നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ കറിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കുക. നമുക്ക് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ആഡ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് ഇൻപുട്സ് മേടിക്കും, അതിനെ ആഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യും. നമുക്ക് ഈ ഫംഗ്ഷനെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം. console.log add 1 2. ഇവിടെ നമ്മൾ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ 2ഉം. എയും ബിയും ആഡ് ചെയ്തു. 1 + 2 ചെയ്തിട്ട് നമുക്ക് 3 എന്ന് കിട്ടി. എനിക്ക് ആഡ് 1 2 എന്ന് പറഞ്ഞ് ഇങ്ങനെ കോൾ ചെയ്യുന്നതിന് പകരം എനിക്ക് ഇങ്ങനെ ചെയ്യണം. ആഡ് 1 2. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫംഗ്ഷൻ ആഡ് എ. ഇത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം? ആഡ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണം. ഒരു ഫംഗ്ഷൻ റിട്ടേൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിലോട്ട് 2 ഇൻപുട്ടായിട്ട് ചെല്ലണം. അന്നേരം ബി. ഇനി റിട്ടേൺ എ പ്ലസ് ബി. console.log add 1 2. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഫസ്റ്റ് ആഡ് 1. എയുടെ വാല്യൂ 1 ആണ്. ഈ ഫംഗ്ഷൻ കോളായി. അന്നേരം നമ്മൾ ഫംഗ്ഷൻ ബി റിട്ടേൺ ചെയ്തു. ഈ ഫംഗ്ഷൻ ബിക്ക് അറിയാം എയുടെ വാല്യൂ 1 ആണെന്ന്. എങ്ങനെ അറിയാം? ക്ലോഷർ കാരണം. ഈ ഫംഗ്ഷൻ ബിക്ക് ആക്സസ് ഉണ്ട് എയുടെ വാല്യൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷനെ പിന്നീട് എപ്പോൾ കോൾ ചെയ്താലും എയുടെ വാല്യൂ 1 ആണെന്ന് ഈ ഫംഗ്ഷന് അറിയാം. അന്നേരം ഈ ഫംഗ്ഷനെ നമ്മൾ ആഡ് ഓഫ് 1 എന്ന് കോൾ ചെയ്തപ്പം റിട്ടേൺ ചെയ്തു. ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. എങ്ങനെ കോൾ ചെയ്യുന്നത്? 2 എന്ന് പറഞ്ഞ ഇൻപുട്ട് പാസ് ചെയ്തിട്ട്. അന്നേരം എയുടെ വാല്യൂ 1 ആണെന്ന് ഈ ഫംഗ്ഷൻ അറിയാം. ബിയുടെ വാല്യൂ ഇപ്പോൾ 2 ആണ്. 1 + 2 ചെയ്യും, എന്നിട്ട് 3 റിട്ടേൺ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഔട്ട്പുട്ടായിട്ട് 3 കിട്ടിയത്. ഇവിടെ എന്താ സംഭവിച്ചത്? മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് മേടിക്കുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ഫംഗ്ഷനും ഓരോ ആർഗ്യുമെന്റ് ഇൻപുട്ടായിട്ട് വരും. ഈ ഒരു കേസിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ ഇങ്ങനെയാക്കി. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിലുള്ള സീരീസ് ഓഫ് ഫംഗ്ഷൻസിന് ഒറ്റ ഒരു ആർഗ്യുമെൻ്റേ ഉള്ളൂ. ആ ഒരു പ്രോസസ്സിനെയാണ് കറിയിങ് എന്ന് പറയുന്നത്. കറിയിങ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് അലൗസ് യു ടു ട്രാൻസ്ഫോം എ ഫംഗ്ഷൻ വിത്ത് മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ഇൻ ടു എ സീക്വൻസ് ഓഫ് നെസ്റ്റിംഗ് ഫംഗ്ഷൻസ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കാണാം. ഇവിടെ 2 ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് 3 ആർഗ്യുമെന്റ്സ് കൊടുക്കാം. അതെങ്ങനെയായിരിക്കും ചെയ്യുക? ഫംഗ്ഷൻ ആഡ് എ. ഇത് ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. ഫംഗ്ഷൻ ബി അത് മറ്റൊരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. ഫംഗ്ഷൻ സി റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി. ആഡ് 1 2 3. ഇവിടെ എന്താ സംഭവിച്ചത്? ഇങ്ങനെ ഉള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ ഒരു സീരീസ് ഓഫ് നെസ്റ്റിംഗ് ഫംഗ്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓരോ ഫംഗ്ഷനും ഓരോ ആർഗ്യുമെന്റ്. ആ ഒരു പ്രോസസ്സിനെയാണ് കറിയിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് നമ്മൾ ആഡ് 1 ചെയ്തു. അന്നേരം ഈ ഫംഗ്ഷൻ റിട്ടേൺ ആയി. ഈ ഫംഗ്ഷന് എയുടെ വാല്യൂ അറിയാം. എയുടെ വാല്യൂ 1 ആണെന്ന്. നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു. അന്നേരം എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 2 ആണ്. അത് ഇവിടെയുള്ള ഈ ഫംഗ്ഷൻ അറിയാം. ഈ ഫംഗ്ഷനെയാണ് റിട്ടേൺ ആയത്.
എയുടെയും ബിയുടെയും വാല്യൂ ഈ ഫംഗ്ഷൻ അറിയാം. ഇനി സിയുടെ വാല്യൂം കൂടെ കിട്ടിയാൽ മതി. അന്നേരം ഞാൻ 3 പാസ് ചെയ്തു. അന്നേരം ആ ഫംഗ്ഷൻ a പ്ലസ് ബി പ്ലസ് സി റിട്ടേൺ ചെയ്തു. അങ്ങനെ നമുക്ക് 6 ഔട്ട്പുട്ടിൽ കിട്ടി. ഇതിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ റീയൂസ് ആണ്. ലെറ്റ് എഫ് ഈക്വൽ ടു ആഡ് 1 2 നമ്മൾ ചെയ്യുന്നു വിചാരിച്ചോ. അന്നേരം നമുക്ക് ഈ ഫംഗ്ഷനെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാം. ആഡ് 1 2 എന്താണ് ചെയ്യുന്നത്? 1ഉം 2ഉം ആഡ് ചെയ്യാണ്, എന്ന് വെച്ചാൽ 3. നമുക്ക് എപ്പോൾ 3 ഏതെങ്കിലും ഒരു നമ്പറുമായിട്ട് ആഡ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഫംഗ്ഷൻ റീയൂസ് ചെയ്യാൻ പറ്റും. കൺസോൾ ഡോട്ട് ലോഗ് എഫ് ഓഫ് 10 13. അങ്ങനെ ഈ ഫംഗ്ഷനെ നമുക്ക് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാം. ഒരു ഫംഗ്ഷൻ വിത്ത് മൾട്ടിപ്പിൾ ആർഗ്യുമെൻസിനെ നമ്മൾ ഒരു സീക്വൻസ് ഓഫ് നെസ്റ്റിംഗ് ഫംഗ്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കറിയിങ് എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ കറിയിങ്ങിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കറീഡ് ഫംഗ്ഷൻ കണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് ചെയ്യുക? ഒരു ആർഗ്യുമെൻ്റ് കൂടിയുണ്ട് ആഡ് ഫംഗ്ഷനിലോട്ട്. അത് ഒരു എം ഡി പാരാന്തസിസ് ആണ്. അതിൽ ഇൻപുട്സ് ഒന്നും ഇല്ല. എങ്ങനെയായിരിക്കും ഈ സെയിം കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക? റിട്ടേൺ ഫംഗ്ഷൻ റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി. അന്നേരം ആ സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും. ഇൻട്രോയിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. നമുക്ക് ആഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വേണം. ഈ ഫംഗ്ഷന് എത്ര ആർഗ്യുമെൻറ്റ്സ് വേണേലും വരാം. അത് കഴിഞ്ഞ് ഒരു എം ഡി പാരാന്തസിസും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫംഗ്ഷൻ ആഡ് എ റിട്ടേൺ ഫംഗ്ഷൻ ബി. എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. ഓൾമോസ്റ്റ് ആ ഫംഗ്ഷൻ്റെ സ്ട്രക്ചർ വരിക ഈ ഒരു രീതിയിലായിരിക്കും. അന്നേരം ഒരു ആർഗ്യുമെൻറ്റേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. അന്നേരം എങ്ങനെയായിരിക്കും ആ ഫംഗ്ഷൻ ഇരിക്കുക? കൺസോൾ ഡോട്ട് ലോഗ് ആഡ് 1 ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അന്നേരം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരേണ്ടത്? 1 എന്ന് വേണം ഔട്ട്പുട്ടിൽ കിട്ടാൻ. അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക? ഇവിടെ ബി ഇല്ലെങ്കിൽ, ഇഫ് ബി നോട്ട് ഈക്വൽ ടു അൺഡിഫൈൻഡ്, റിട്ടേൺ എ. ബി നോട്ട് ഈക്വൽ ടു അല്ല, ബി ഈക്വൽ ടു അൺഡിഫൈൻഡ്. ഇവിടെ ഈ രണ്ടാമത്തെ പാരാന്തസിസ് അൺഡിഫൈൻഡ് ആണെങ്കിൽ എ റിട്ടേൺ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ആഡ് ഓഫ് 1 ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ആയി. ഈ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യാണ്. കോൾ ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ല, എം ഡി പാരാന്തസിസ് ആണ്. എം ഡി പാരാന്തസിസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എ റിട്ടേൺ ചെയ്യണം. ഇതിനി 2 ആർഗ്യുമെൻറ്റ്സ് ആകുമ്പോഴോ കൺസോൾ ഡോട്ട് ലോഗ് ആഡ് 1 2 ഇങ്ങനെ വരുമ്പോഴോ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ആദ്യം ആഡ് ഓഫ് 1 ചെയ്തു. അന്നേരം ഈ ഫംഗ്ഷൻ ബി റിട്ടേൺ ആയി. ഫംഗ്ഷൻ ബിയിലോട്ട് നമ്മൾ ഈ 2 പാസ് ചെയ്യാണ്. 2 പാസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ടു പാസ് ചെയ്യുമ്പം എ പ്ലസ് ബി ചെയ്യണം, 1 + 2 ചെയ്യണം. അതുമാത്രം പോരാ, വീണ്ടും ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണം. എന്നാലല്ലേ
ഇത് കോൾ ആവുള്ളൂ. കാരണം ഇവിടം വരെ ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യേണ്ട ഔട്ട്പുട്ട് അതൊരു ഫംഗ്ഷൻ ആയിരിക്കണമല്ലോ. അന്നേരം ഏത് ഫംഗ്ഷനിലോട്ടായിരിക്കും നമ്മൾ എ പ്ലസ് ബിയെ പാസ് ചെയ്യുക? ആഡ് എന്ന് പറഞ്ഞാൽ ഈ സെയിം ഫംഗ്ഷനിലോട്ട്, ആഡ് ഓഫ് എ പ്ലസ് ബി. അങ്ങനെ നമുക്ക് 3 എന്ന് കിട്ടി. ഈ കോഡ് ഇനി ബാക്കിയുള്ള എല്ലാ ഇൻപുട്സിനും വർക്കാവും. ഒരു 3 ഇൻപുട്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. അന്നേരം അതിന് നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. 1 + 2 + 3 6. അങ്ങനെ നമുക്ക് 6 എന്ന് കിട്ടി. എത്ര ഇൻപുട്ട് ഉണ്ടെങ്കിലും ഈ കോഡ് ഇനി വർക്ക് ആയിക്കോളൂ. console.log add 1 2 3 4 empty parenthesis, നമുക്ക് 10 എന്ന് കിട്ടി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ആ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. ഈ ഫംഗ്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ബി അൺഡിഫൈൻഡ് ആണോ? അൺഡിഫൈൻഡ് ആണെങ്കിൽ നമ്മൾ എയെ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ആ ഫംഗ്ഷനെ റിക്കേഴ്സീവ്ലി കോൾ ചെയ്യും. ഇവിടെ സംഭവിച്ചത് ആഡ് 1നെ ചെയ്തു. അന്നേരം നമുക്ക് ഈ ഫംഗ്ഷൻ ബി റിട്ടേൺ ആയി. അത് കഴിഞ്ഞ് നമ്മൾ 2 ഈ ഫംഗ്ഷൻ ബിയിലോട്ട് പാസ് ചെയ്തു. അന്നേരം ബിക്ക് വാല്യൂ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതാണ് ഇവിടെയുള്ള ഈ ചെക്ക്. ബിക്ക് വാല്യൂ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എ പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അത് ഈ സെയിം ഫംഗ്ഷനിലോട്ട് നമ്മൾ പാസ് ചെയ്യും. അന്നേരം 3, എയുടെ വാല്യൂ ഇപ്പം 3 ആണ്. എയുടെ വാല്യൂ 3 ആണ്. എന്നിട്ട് ഈ ഫംഗ്ഷനെ റിട്ടേൺ ആയി. ഇനി ഈ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യാണ്. കോൾ ചെയ്യുമ്പോൾ പാരാന്തസിസ് എം ഡി ആണ്. അന്നേരം ബി ഈക്വൽ ടു അൺഡിഫൈൻഡ്, ഈ കണ്ടീഷൻ ട്രൂ ആണ്. എന്നിട്ട് എ റിട്ടേൺ ചെയ്യാണ്. ഈ സെയിം കോഡിനെ നമുക്ക് ആരോ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്താൽ ലെറ്റ് ആഡ് ഈക്വൽ ടു എ ഇൻപുട്ടായിട്ട് മേടിക്കുന്നു. അതൊരു മറ്റൊരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യുന്നു. അതിനുശേഷം ബി ഡിഫൈൻഡ് ആണെങ്കിൽ ആഡ് ഓഫ് എ പ്ലസ് ബി ചെയ്യുന്നു, അല്ലെങ്കിൽ എ റിട്ടേൺ ചെയ്യുന്നു. ഇങ്ങനെ ഷോർട്ടായിട്ടും ഈ ഫംഗ്ഷനെ നമുക്ക് എഴുതാം. ഇനി എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടതെന്ന് വിചാരിച്ചോ. അന്നേരം എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ഈ സെയിം കോഡ് തന്നെ വരും. ഇവിടെ ആഡിന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. എന്നിട്ട് എ ഇൻറ്റു ബി വരും. console.log mult of 1, അത് 1 എന്ന് കിട്ടി. console.log mult of 1 to empty parenthesis, അത് 1 × 2 ചെയ്തിട്ട് നമുക്ക് 2 എന്ന് കിട്ടി. 1 × 2 × 3 ചെയ്തപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടി. ജസ്റ്റ് അകത്തുള്ള എ പ്ലസ് ബിയെ മാറ്റി എ ഇൻറ്റു ബി ആക്കിയാൽ മതി. അന്നേരം നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ചെയ്യാൻ സാധിക്കും.